കുന്ത്രാണ വായിൽക്കൊക്കെ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വാഷ് ചെയ്ത് അതിന്റെ തലപ്പത്തൊക്കെ വൃത്തിയാക്കിയിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റുണ്ടാവുള്ളൂ. അങ്ങനെ എന്റെ പഹയൻ അൽഫാം എത്തിയിട്ടുണ്ട്. ആശാനം കണ്ട് കിട്ടാനുള്ള ഒരു പണിയെ. അപ്പൊ അതെന്താന്നല്ല, ഇന്ന് വൈറ്റൊക്കെ ഇട്ടിട്ട് ആള് സുള്ളനായി ഇറങ്ങിക്കുവാണ് കേട്ടോ. അല്ലാ എന്റെ റബ്ബേ, ഇന ബേബി അതങ്ങോട്ട് വായിലിട്ട് കടിച്ച് ചവച്ച് കാണുമ്പോ നമുക്ക് തന്നെ പല്ല് പൊളിക്കുക. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാന്ത് വരാനുണ്ട് ഗൈസ്. എനിക്ക് വീട്ടിലിരുന്നാൽ നിപ്പ് കൊള്ളാത്തൊരു കൈൻഡ് ഓഫ് പ്രാന്ത്. അപ്പോൾ ആ പ്രാന്തിൻ്റെ അടിസ്ഥാനത്തിൽ പോന്നിരിക്കുകയാണ്. പ്രാന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഹോട്ടൽ ഫുഡ് കഴിക്കാനുള്ള പ്രാന്താണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വെട്ടത്തൂരുള്ള അലിഫ് ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഹോട്ടലല്ലേ ഗൈസ്, റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് കുട്ടിക്ക് വേണ്ടിയിട്ട് മോളെ ഇനി ബേബി ഭയങ്കര കരച്ചിലാണ്. രാത്രിയാണ്ട് കുറച്ച് ഫിൽറ്റർ കെട്ട വീഡിയോ എടുത്തത് കൊണ്ടാണ് ഇമാതിരി ലുക്ക്. സത്യത്തിൽ ഞാൻ ഇത്ര റോസ് കുട്ടിയൊന്നും അല്ല. ഫുഡ് ഓർഡർ ചെയ്ത് കുത്തിരിപ്പ് സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. അപ്പുറത്തെ ഫൈക്കാക്കും അതുപോലെ തന്നെ നമ്മുടെ ദോസ്ത് റിയാസ് ബ്രോ ആണ് കേട്ടോ നമ്മുടെ ഓർഡർ എടുത്തിട്ടുള്ള. അവനും പൂരാ വർത്താനം. ഇപ്പുറത്തെ ജിജുമോൻ ഫോണിൽ കുത്തി എന്തൊക്കെയോ ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനെ എവിടെ നിന്നൊക്കെയോ നമ്മൾ കണ്ടതാണ് കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോൾ എവിടെയോ പോയി വരിയിരുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗ് ആയത് കൊണ്ട് തന്നെ ഐ ഡോണ്ട് റിമെമ്പർ ഇതെന്താണ് സംഭവം എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വന്നൊരു കുഞ്ച് വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ എന്തായാലും മോളിനെ ബേബി സ്നേഹിച്ച് ആ ഒരു കുന്ത്രാണ വായിൽക്കൊക്കെ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വാഷ് ചെയ്ത് അതിന്റെ തലപ്പത്തൊക്കെ വൃത്തിയാക്കിയിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റുണ്ടാവുള്ളൂ. അത് രണ്ടുപേരും മാക്സിമം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. അങ്ങനെ ഗായ്സിന്റെ ചൂട് വരുന്ന കട്ടൻ ചായ എത്തിയിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയും അൽഫാമും ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്താ ഈ കാട്ടണേ? നല്ല ചൂട് പാറുന്ന കട്ടൻ ചായയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാൽ ചായ കുടിച്ചു കഴിഞ്ഞാലുള്ള സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തത്തെ പാൽ ചായ എനിക്ക് ഇഷ്ടമല്ല. കാരണം ചില സ്ഥലത്ത് പൊടിയൊക്കെ കൂടുതലായിരിക്കും. കടുപ്പം കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനോ എന്നറിഞ്ഞൂടെ ചായ കുടിച്ചൊരു ഫീൽ അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ കട്ടൻ ചായ ഓർഡർ ചെയ്ത്. അതാകുമ്പോൾ പിന്നെ സീനില്ലല്ലോ. കട്ടൻ ചായക്ക് എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് ആണല്ലോ രമണ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. കണ്ടോ ഗായ്സ്, ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ്സ് എത്തി. വീണോ എണീറ്റ്? ഇനി ബേബി ഈ എവിടെ ചെളിയിട്ട് അപ്പി അതാ താഴെ അപ്പി. നമ്മുടെ ഫുഡിൻ്റെ പ്ലേറ്റൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ ഫുഡും കൂടെ എത്തണം. ഓരോ വർത്താനൊക്കെ തീർന്ന് എപ്പോഴാണ് എത്തുകയെന്നൊരു പിടുത്തമില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ പൊറോട്ടക്കുട്ടനും അതുപോലെ തന്നെ എന്തിനൊക്കെയോ കുട്ടികളും എത്തിയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പല ഐറ്റംസ് ഓഫ് അൽഫാം ഉണ്ട്. പിരിപ്പിരി അൽഫാം, പിന്നെ തൊലിച്ചി അൽഫാം, പിന്നെ അതുപോലെ തന്നെ പഹയൻ അൽഫാം, അങ്ങനെ കുറേ അൽഫാംസ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ അൽഫാം. എന്നോട് ചോദിച്ചത് എനിക്ക് പിരിപ്പിരിയൊക്കെ വേണമെന്ന്. അപ്പോൾ ഞാൻ വേണ്ട, പിരിഞ്ഞതൊന്നും വേണ്ട, എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോർമൽ മതി എന്ന് പറഞ്ഞ്. എനിക്ക് എന്താ വേണ്ടേ? പൊറോട്ട ഒറ്റക്ക് കഴിച്ചേ നോക്കട്ടെ മമ്മ വെച്ചേരട്ടെ. ഏത് പിച്ച് കഴിക്കട്ടോ. കറി വേണോ? മയോണീസ് മതി. മയോണീസ് ഒഴിച്ചോട്ടോ. ഇതാകുമ്പോൾ എരിവുണ്ടാവില്ല. കറി ഒഴിക്കണേ. കറി ചിലപ്പോൾ ചൂടുണ്ടാവും. ഇവമോളെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാലൊക്കെ ആൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഒട്ടുമിക്ക മടിയാണ്. അപ്പം എന്ത് ചെയ്ത് അവൾക്ക് ഫുഡ് കഴിച്ച് ശീലമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തിനൊക്കെയോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈക്കാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സില്ലി ആയിരുന്നു, പക്ഷേ ബീഫ് സില്ലി ആയിരുന്നു, പക്ഷേ കിട്ടിയത് ചിക്കൻ സില്ലിയാണ് എന്ന് മാത്രം. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി മാറ്റണ്ടാന്ന്. നമ്മൾ ഓർഡർ എടുത്ത ആൾക്ക് ചിലപ്പോൾ പേര് കേട്ടപ്പോൾ മാറിയതായിരിക്കും, പക്ഷേ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതൊക്കെ തന്നെ കഥ. അപ്പോൾ ഫൈക്കാക്കുവിൻ്റെ ചിക്കൻ സില്ലി ഞാനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പഹയൻ അൽഫാം എത്തിയിട്ടുണ്ട്. അതാ പഹയൻ അൽഫാം അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം അതും കഴിക്കണം. അപ്പോൾ ചിക്കൻ സില്ലിൻ്റെ ടേസ്റ്റ് കൊണ്ട് അതന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അൽഫാം. നല്ല ടേസ്റ്റുള്ള ജ്യൂസി അൽഫാമാണ് കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ്. സെറ്റ് വൈബ് നോക്കട്ടെ ചവച്ച് കഴിക്കണ്ടോ.
ഇഷ്ടായോ? ആ ഗ്ലാസ് തട്ടല്ലോ ഡാൻസ് കളിച്ചോണ്ട്, കുറച്ചും കൂടി നീക്കി വെച്ചേ. അങ്ങനെ ഗോയ്സ് മൈ ഡിയേഴ്സ്, ഫൈനലി ഫൈക്കാക്കും എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആശാനം കണ്ട് കിട്ടാനുള്ളൊരു പണിയേ. അപ്പം അതെന്താണെന്നല്ല, ഇന്ന് വൈറ്റൊക്കെ ഇട്ടിട്ട് ആൾ സുള്ളനായി ഇറങ്ങിക്കുവാണ് കേട്ടോ. ഞാൻ പൊതുവേ വൈറ്റ് ഡ്രസ്സ് വാങ്ങിക്കാറില്ല, കാരണം എന്താ പറയുക, വാഷ് ചെയ്യാൻ പണിയാണ്. ചെളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് എടുക്കാറില്ല. പക്ഷെ ഇത് ഫൈക്കാക്കുന്നെ ഇവിടെ നിന്നൊക്കെ പോയി സെലക്ട് ചെയ്താണ് വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുള്ള എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട്. മറ്റേത് മെഷീനിലാണ് ഇട്ട് കഴിഞ്ഞാൽ ഏത് കറുത്ത ഡ്രസ്സും കളറ് റെഡി ആയി എന്ന് പറഞ്ഞിങ്ങോട്ട് വരും. നാരങ്ങനെ വായിക്കിടണങ്ങനെ. പുളി തിന്നുന്ന കാര്യത്തിൽ ഇനബേബിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല സുഗുണ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, അൽഫാമിലേക്ക് പിഴിയാൻ തന്ന നാരങ്ങയെന്ന്. അള്ളാ എൻ്റെ റബ്ബേ, ഇനബേബി അതങ്ങോട്ട് വായിലിട്ട് കടിച്ച് ചവച്ച് കാണുമ്പോൾ നമുക്ക് തന്നെ പല്ല് പൊളിക്കുക. പക്ഷെ അവൾക്ക് എന്ത് സീന്, ഒരു കുഴപ്പമില്ല, എങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പാവം തോന്നിയിട്ട് ഷോർട്ടാപ്പിക്ക് എന്ത് ചെയ്തേ, ഒരു ചിക്കൻ്റെ പീസ് കൊടുത്തു. അവൾക്ക് തിന്നാൻ പറ്റിയ പാകത്തിലൊരു ചിക്കൻ്റെ പീസ്, പക്ഷെ കുറച്ച് എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇനബേബി ഇവമോളെ പോലെയല്ല, എല്ലാ സ്പൈസും എല്ലാ ഐറ്റംസും സാധനങ്ങളും തിന്നു നോക്കും. അപ്പം നമ്മുടെ റിയാസ് മോൻ വന്ന് തള്ളൽ മോൻ എന്തൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദോസ്താണ് കേട്ടോ, പാവം ഒരു പയ്യനാണ്, അലിഫിലെ മാനേജറാണ്, ഓൾ ഇൻ ഓൾ മാനാണ് കേട്ടോ. ആൾക്കും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ആളുടെ യൂട്യൂബ് ചാനലിലെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എന്തോ ഒരു റിയാസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചാനലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് തപ്പി നോക്കി നോക്കൂ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് തീറ്റയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫൈക്കാക്കുവിൻ്റെ കുറച്ച് കഥാപ്രസംഗമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനൊക്കെയോ ആക്ഷനൊക്കെ ഉണ്ട്. ഇപ്പുറത്തിൻ്റെ ബേബി കണ്ട് തോണ്ടി എന്തിനൊക്കെയോ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ്. രാത്രിക്കത്തെ വ്ളോഗ് ഉണ്ട്, ക്ലാരിറ്റി കുറച്ച് കുറവ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു ഹാർട്ട് സിമ്പിൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമാകും. പിന്നെ ഒരു തംസ് അപ്പും കൂടെ തന്നെ, ഒരു ലൈക്ക് ബട്ടൺ കൂടെ തന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കിനി കിട്ടാനില്ല ഗൈസ്. അപ്പം വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു തംസ് അപ്പും താഴെ ഒരു കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇറങ്ങി പോവാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് തീറ്റൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പസ്കെ ഈ ഒരു വർത്താനം തീർന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വർത്താനം തീരാത്ത വർത്താനാണ്. അപ്പൊ തൽക്കാലം നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.